എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA, RNA, അവരുടെ ചില പ്രത്യേകതകൾ, ഒരു പ്രോട്ടീൻ എങ്ങനെ ഫോം ചെയ്യുന്നു, അങ്ങനെ തുടങ്ങി മോളിക്കുലാർ ലെവലിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ജനറ്റിക്സിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ എന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിനെ വിശേഷിപ്പിക്കാം. സോ നമുക്കിത് പഠിച്ചു തുടങ്ങാം. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാം ന്യൂക്ലിക് ആസിഡുകളെ കുറിച്ചിട്ട്. പ്രധാനമായിട്ട് രണ്ട് ന്യൂക്ലിക് ആസിഡാണ് ഉള്ളത്, അറിയാമല്ലോ, DNA-യും RNA-യും. DNA എന്ന് വെച്ചാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്, RNA എന്ന് വെച്ചാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. DNA ആണല്ലോ നമ്മുടെ ഹ്യൂമൻ ബീൻസിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, DNA ഇസ് ദി ജനറ്റിക് മെറ്റീരിയൽ ഇൻ മോസ്റ്റ് ഓഫ് ദി ഓർഗാനിസം ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്. DNA ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ഫെഡറിക് മേഷർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. 1869 അദ്ദേഹം അതിനെ വിളിച്ചത് ന്യൂക്ലിയേൻ എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ചെർഗാഫ് റൂൾ എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. ദാറ്റ് മീൻസ് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ നൈട്രജൻ ബേസുകളായിട്ടുള്ള ആൾക്കാർ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണെന്ന് നമുക്കറിയാം. അപ്പം അഡിനിൻ, തൈമിൻ എന്ന് പറയുന്നതും ആ ബോണ്ടും ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞ ബോണ്ടും നമ്മളൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവരുടെ രണ്ടുപേരുടെ എണ്ണം ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽസ് ടു 1 ആയിരിക്കും. അവരുടെ എണ്ണം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അഡിനിൻ, തൈമിൻ ആൻഡ് ഗ്വാനിൻ, സൈറ്റോസിൻ ആർ കോൺസ്റ്റൻറ്റ് ആൻഡ് ഈക്വൽസ് 1. അപ്പം അതിന് പറയുന്ന പേരാണ് ചെർഗാഫ് റൂൾ. ഓക്കെ, ഇനി RNA കുറിച്ചിട്ടൊന്ന് നോക്കാം. RNA എന്ന് പറയുന്നത് ചില വൈറസുകളുടെയൊക്കെ ജനറ്റിക് മെറ്റീരിയലാണ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതിലുണ്ട് RNA. ഇനി TMV ടൊബാക്കോ മൊസൈക്ക് വൈറസ്, അതിലുണ്ട് RNA. അത്രയും ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചതിന് ശേഷം നമുക്ക് ഇനി ജനറ്റിക് മെറ്റീരിയലുകളുടെ സെർച്ച് അല്ലെങ്കിൽ ദി സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ എന്നൊരു സെക്ഷനാണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കെങ്കിലും അങ്ങോട്ട് പോകാം. നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ്. ഡയറക്റ്റ് നമുക്ക് അതിലേക്ക് അങ്ങ് കയറാം, ബിക്കോസ് ടൈം ലിമിറ്റഡ് ആണ്. സോ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനറ്റിക് മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നമ്മുടെ NCERT എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ്. ഗ്രിഫിത്ത് എന്ന സയൻറ്റിസ്റ്റാണ് നടത്തിയത്. സോ ദിസ് ഇസ് ഓൾസോ നൗൺ ആസ് ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് 1928 നടത്തിയതാണ്. അദ്ദേഹം നടത്തിയെന്ന് വെച്ചാൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന അയാളെ ആ ഒരു ബാക്ടീരിയനെ കൾച്ചർ ചെയ്തിട്ട് ആ ബാക്ടീരിയാസിൻ്റെ 2 കോളനീസ് പ്രിപ്പയർ ചെയ്തു. ഒന്നാമത്തെ കോളനി എന്ന് പറയുന്നത് S സ്ട്രെയിൻ എന്നാണ് പറയുന്നത്, രണ്ടാമത്തേത് R സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ 2 ഡിഫറൻറ്റ് കൾച്ചറുകൾ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. S സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് കോളനി എന്നാണ് മീൻ ചെയ്യുന്നത്. ഇവർ ഭയങ്കര വിറുലൻ്റ് ആണ്. വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടോക്സിക് ആണ്, അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പം ന്യൂമോണിയ കോസ് ചെയ്യുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ കോളനിയാണ് R സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് റഫ് കോളനീസ് എന്നാണ് അറിയപ്പെടുന്നത്. അവർ നോൺ വിറുലൻ്റ് ആണ്, അതായത് ഇവർ ഇൻഫെക്റ്റ് ചെയ്താൽ ന്യൂമോണിയ ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ് ഈ സ്ട്രെയിനുകൾ, ഡിഫറൻറ്റ് സ്ട്രെയിനുകൾ ഉണ്ടാക്കിയത് ഒരു മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തു. അപ്പം S സ്ട്രെയിൻ എന്ന് പറയുന്നത് മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്താൽ മൈസ് ചത്തുപോയി, ബിക്കോസ് അത് വിറുലൻ്റ് ഫോമാണ്. ഇനി R സ്ട്രെയിൻ ഡയറക്റ്റ് മൈസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് മൈസ് ലിവ് ചെയ്തു, ജീവിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ S സ്ട്രെയിൻ ഹീറ്റ് കിൽഡ് എന്ന് വെച്ചാൽ ഹീറ്റ് ഷോക്ക് കൊടുത്തിട്ട് S സ്ട്രെയിനെ കില്ല് ചെയ്തതിന് ശേഷം ആ കില്ല് ചെയ്ത സാധനം മൈസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം മൈസ് ലിവ് ചെയ്തു. അതിന് പ്രത്യേകിച്ചും മരിച്ചു പോയില്ല, ചത്തുപോയില്ല അത്. ഇനി രണ്ടാമത്തെ ഒരു കേസിൽ S സ്ട്രെയിൻ ഹീറ്റ് കില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ചു R സ്ട്രെയിൻ ലിവ് ആയിട്ടുള്ളത് കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് മൈസ് മരിച്ചുപോയി. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കി എന്താണെന്ന്, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിളാണ്. അങ്ങനെയാണല്ലോ നമ്മൾ ഹെഡിങ് പഠിച്ചത്. അതായത് ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള S സ്ട്രെയിനിൽ നിന്നും എന്തോ R സ്ട്രെയിനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള S സ്ട്രെയിനിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ R സ്ട്രെയിനിലേക്ക് കടന്നു വന്നു. അങ്ങനെ ട്രാൻസ്ഫോം നടന്നു. അതുകൊണ്ടാണ് ഈ മൈസ് മരിച്ചു പോയത്, ഡൈ ആയിപ്പോയത് കേട്ടോ. മൈസ് ചത്തുപോയത് അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. He concluded that something that transformed from heat-killed S strain to R strain. അതുകൊണ്ടാണ് മൈസിന് ജീവൻ നഷ്ടപ്പെട്ടത്. R strain synthesized smooth polysaccharide got
ആൻഡ് ബിക്കം വിറലൻറ്റ്. എന്ന് വെച്ചാൽ എന്താ, ഇങ്ങനെ കടന്നു വന്നത് കൊണ്ടിട്ട് ആർ സ്ട്രെയിനിൽ സ്മൂത്തായിട്ടുള്ള പോളിസാക്കറൈഡ് കോട്ട് ഫോം ചെയ്യുകയും അത് വിറലൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു, പോയിസണസ് ആയിട്ട് മാറുകയും ചെയ്തു എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പേപ്പറിലേക്ക് പോകാം. അതൊന്നുകൂടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. ഹി കൺക്ലൂഡഡ് ദാറ്റ് സംതിങ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഫ്രം ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ടു ആർ സ്ട്രെയിൻ കോസ് ദി ഡെത്ത് ഓഫ് മൈസ് മരിച്ചുള്ള കാരണം അതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബയോകെമിക്കൽ ട്രാൻസ്ഫോമിങ് പ്രിൻസിപ്പിളിൻ്റെ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ തന്നത്, അതായത് DNA ആണോ RNA ആണോ ഇത്തരത്തിൽ ട്രാൻസ്ഫോം ചെയ്തു പോയത്, എവിടെ നിന്ന് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്ന് ആർ സ്ട്രെയിനിലേക്ക് പോയത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആവറി, മക്കാട്ടി, മക്കലിയോഡ് എന്ന 3 സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടക്ട് ചെയ്തത്. അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ അവർ ബയോകെമിക്കൽസിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ തുടങ്ങി. അങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുത്തിട്ട് അവർക്ക് മനസ്സിലായി DNA ആണ് ട്രാൻസ്ഫർ ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻഡ് ദേ ഡിസ്കവേർഡ് ദാറ്റ് DNA അലോങ് ഫ്രം ദി എസ് ബാക്ടീരിയ കോസ്ഡ് ആർ ബാക്ടീരിയ ടു കോസ് ട്രാൻസ്ഫോംഡ്. അപ്പോൾ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ഇതിലേക്ക് കടത്തിവിട്ടു. എന്തിനാണ് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം കടത്തിവിട്ടത്? പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ട്രാൻസ്ഫോർമേഷനെ അഫക്റ്റ് ചെയ്തില്ല. പിന്നെ RNA ഡൈജസ്റ്റിംഗ് എൻസൈമിനെ കടത്തിവിട്ടപ്പോഴും ഈ ട്രാൻസ്ഫോർമേഷനെ അത് അഫക്റ്റ് ചെയ്തില്ല. ഓക്കെ, പിന്നീട് ഡീനെയ്സ്. ഇപ്പോൾ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമിന് പ്രോട്ടിയേസസ് എന്ന് വിളിക്കാം, RNA ഡൈജസ്റ്റിംഗ് എൻസൈമിന് RNase എന്ന് വിളിക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ അവസാനം കടത്തിവിട്ട എന്താ, DNA ഡൈജസ്റ്റിംഗ് എൻസൈമായിട്ടുള്ള ഡീനെയ്സ് കടത്തിവിട്ടു. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ഇൻഹിബിറ്റായി മാറുന്നതായിട്ട് കണ്ടു. അപ്പോൾ മനസ്സിലായി ആരാണ് ഈ ട്രാൻസ്ഫോം ചെയ്തു പോകുന്നതെന്ന് വെച്ചാൽ DNA ആണ്. ദേ കൺക്ലൂഡഡ് ദാറ്റ് DNA ഇസ് ദി ജനറ്റിക് മെറ്റീരിയൽ. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണ് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റും ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ആ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് ജനറ്റിക് മെറ്റീരിയൽ DNA ആണെന്ന് ഉള്ള ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫാണ്. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ ഈസ് DNA. ഹാർഷിയും ചെയ്സും 2 സയൻറ്റിസ്റ്റാണ്. അവർ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെൻ്റാണ് 1952 നമുക്ക് പഠിക്കാനുള്ളത്. അവരെന്താ കണ്ടക്ട് ചെയ്തതെന്ന് വെച്ചാൽ ബാക്ടീരിയോഫേജിനെ വളർത്തി. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവർ വൈറസുകളാണ്. ബാക്ടീരിയോഫേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ ബാക്ടീരിയ നശിപ്പിക്കും, അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. അതാണ് ഇവരുടെ മെയിൻ ഫങ്ഷൻ. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ബാക്ടീരിയോഫേജിനെ വളർത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ദേ അലൗഡ് ടു അറ്റാക്ക് ബാക്ടീരിയോഫേജ് ടു ബാക്ടീരിയ. അപ്പോൾ ബാക്ടീരിയോഫേജിനെ കൊണ്ട് ബാക്ടീരിയ അറ്റാക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ നടക്കുന്ന, ബാക്ടീരിയോഫേജിൽ നിന്നും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയയിലേക്ക് പോകും. അപ്പോൾ അവരുടെ അറ്റാക്ക് നടന്ന സമയത്ത് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ബാക്ടീരിയോഫേജ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ബാക്ടീരിയൽ സെൽ. അപ്പോൾ ഇവർ ഇതിന് വേണ്ടിയിട്ട് 2 വ്യത്യസ്തമായിട്ടുള്ള ബാക്ടീരിയോഫേജിനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്. ദേ പ്രിപ്പയർ റേഡിയോ ആക്റ്റീവ് സൾഫർ ലേബിൾഡ് ബാക്ടീരിയോഫേജ്. അപ്പം ഒന്നാമത്തെ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്ന ആൾ റേഡിയോ ആക്റ്റീവ് സൾഫർ ലേബൽ ചെയ്ത ആളാണ്. അപ്പോൾ അയാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോട്ടീനെ റേഡിയോ ആക്റ്റീവ് ആക്കി മാറ്റും എന്നാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ കൾച്ചർ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ലേബിൾഡ് ബാക്ടീരിയോഫേജ് ആണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് അവിടെ ഉണ്ടെങ്കിൽ DNA റേഡിയോ ആക്റ്റീവ് ആക്കുന്ന പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, അപ്പോൾ ഇവരെയാണ് നമ്മൾ ബാക്ടീരിയയിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ എവിടെ വരും, ഈ ബാക്ടീരിയയുടെ സെല്ലിനകത്ത് വരും. അപ്പോൾ സൾഫർ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം പ്രോട്ടീൻ ആണ് കടന്നു വന്നതെന്ന്. എന്ത് കടന്നു വന്നതെന്ന് മനസ്സിലാക്കാം, പ്രോട്ടീനാണ് കടന്നു വന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സൾഫറാണ് ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് കടന്നു പോയതെങ്കിൽ. ഇനി DNA റേഡിയോ ആക്റ്റീവ് ആണെങ്കിൽ മനസ്സിലാക്കാം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ് അതിലൂടെ കടന്നു പോയത്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ മേക്സ് റേഡിയോ ആക്റ്റീവ് ആൻഡ് ഇറ്റ് ഈസ് അലൗഡ് ടു അറ്റാക്ക് ബാക്ടീരിയൽ സെൽ സെപ്പറേറ്റ്ലി. അപ്പം 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ എടുത്തിട്ട് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ 2 റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആൾക്കാരെയും അതിലേക്ക് അറ്റാക്ക് ചെയ്യിപ്പിച്ചു. അപ്പം അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അവിടെ കിട്ടിയ ബയോകെമിക്കൽസ് ബ്ലെൻഡിങ്ങും സെൻട്രിഫിക്കേഷനും നടത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലായി റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഈ അതിലൊരു ബാക്ടീരിയയിൽ കണ്ടെത്തി. അപ്പോൾ എന്താ അതിലൂടെ മനസ്സിലാക്കിയത്, ഈ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് DNA റേഡിയോ ആക്ടിവിറ്റി ആക്കാൻ വേണ്ടിയിട്ടുള്ള ആളാണ് അല്ലേ. അപ്പം DNA ആണ് ബാക്ടീരിയോഫേജിൽ നിന്നും ബാക്ടീരിയകളിലേക്ക് കടന്നു വന്നത്. അതായത് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണെന്നാണ് ഹാർഷി ആൻഡ് ചെയ്സ് എക്സ്പെരിമെൻ്റ് വഴി മനസ്സിലായത്. അടുത്ത നമുക്ക് DNA കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അറിയണം.
ഒരു DNA എത്ര നീളമുള്ളതാണെന്ന് നമ്മൾ പരിഗണിക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ അതിൽ എത്ര ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. DNAയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡാണ്. അപ്പോൾ എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഒരു DNAക്ക് എത്ര നീളം ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം എസ്കെറിഷ്യ കൊളൈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഗാനിസത്തിൽ നോക്കിയാൽ, ആ ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നോക്കിയാൽ അവിടെ അതിൻ്റെ കൗണ്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4.6 × 10⁻⁶ ബേസ് പെയർസ് അവിടെ കാണാൻ പറ്റും. ലാംഡ ഫേസിലാണെങ്കിൽ 48,000 സംതിങ് 48502 ബേസ് പേസ് കാണാൻ പറ്റും. ലാംഡ ഫേസിലാണെങ്കിൽ 5386 ന്യൂക്ലിയോടൈഡ്സ് കാണപ്പെടാറുണ്ട്. ഓക്കെ, ഹ്യൂമൻ ബീൻസിൽ എത്ര ബേസ് പേയേഴ്സ് ഉണ്ട്? ഹ്യൂമൻ ബീൻസിൻ്റെ ഡിപ്ലോയിഡ് സ്റ്റേറ്റിൽ 6.6 × 10⁻⁹ ബേസ് പേയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഹാപ്ലോയിഡ് സ്റ്റേറ്റിലോ 3.3 × 10⁻⁹ അതിൻ്റെ ഹാഫ്. ഓക്കെ, ഇപ്പം അടുത്ത നമ്മൾ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയോടൈഡ് പഠിക്കണം. അറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ബേസും നൈട്രജൻ ബേസും ഷുഗറും അടുത്തിരിക്കുന്നതിന് കാരണം അങ്ങനെയല്ല, നൈട്രജൻ ബേസും ഷുഗറും ടുഗദർ ടു ഫോം ന്യൂക്ലിയോസൈഡായിട്ട് മാറുന്നു ത്രൂ എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇനി ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി ചേർന്നിട്ട് ന്യൂക്ലിയോടൈഡായിട്ട് മാറുന്നു. അവിടെയുള്ള ബോണ്ടെന്ന് പറയുന്നത് ഫോസ്ഫോഎസ്റ്റർ ബോണ്ടാണ്. ഇനി രണ്ട് ന്യൂക്ലിയോടൈഡ് തമ്മിലുള്ള ബോണ്ടോ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടാണ് കേട്ടോ, അതിവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ നൈട്രജൻ ബേസ് ഏതൊക്കെ DNA-യിലെ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. തൈമിൻ എന്ന് പറയുന്നത് 5-മെഥൈൽ-യുറാസിൽ എന്നും പറയാറുണ്ട്. ഇനി ഡബിൾ ഹെലിക്സ് മോഡലൊക്കെ അറിയാമല്ലോ. DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ വാട്സനും ക്രിക്കിനും നോബൽ പ്രൈസ് കിട്ടിയ എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ ഡബിൾ ഹെലിക്സ് മോഡൽ എന്തിൻ്റെ? DNA-യുടെ. അപ്പോൾ നമുക്കത് നോക്കാം. സാലിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് മോഡൽ. DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡലിൻ്റെ സാലിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാം. ബാക്ക് ബോൺ ഓഫ് DNA എന്ന് പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ആണ്. ഷുഗർ ഫോസ്ഫേറ്റ് ലിങ്കേജിനാണ് ഒരു DNA-യുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. രണ്ട് ചെയിൻ, ഇപ്പോൾ ഒരു ഡബിൾ ഹെലിക്സ് ആകുമ്പോൾ രണ്ട് ചെയിൻ ഉണ്ട്. അപ്പം ഒന്നാമത്തെ ചെയിനിൻ്റെ പൊളാരിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും അടുത്ത ചെയിൻ. അപ്പോൾ അതായത് ഒരു ആദ്യത്തെ സ്ട്രാൻഡ് എന്ന് പറയുന്നത് 5' to 3' പൊളാരിറ്റി ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടിരിക്കുന്ന കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് എന്ന് പറയുന്നത് 3' to 5' പൊളാരിറ്റി ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കി വെക്കേണ്ടത്. 2 ചെയിൻ ഹാവിങ് ആൻറ്റി പാരലൽ പൊളാരിറ്റി. ഓക്കെ, അതുപോലെ നൈട്രജൻ ബേസുകൾ രണ്ട് സ്ട്രാൻഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ്. അഡിനിനും തൈമിനും തമ്മിൽ ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണെങ്കിൽ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ട്രിപ്പിൾ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ്, ട്രിപ്പിൾ ബോണ്ടഡ്. ഇനി ലെങ്ത് എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്സ് അല്ലേ, അപ്പം ഒരു ഹെലിക്സ് അല്ലെങ്കിൽ ഒരു റൗണ്ട് അതിന് പറയുന്ന പേരാണ് പിച്ച് ഓഫ് ദി ഹെലിക്സ്. പിച്ച് ഓഫ് ദി ഹെലിക്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 അതിൻ്റെ നീളം എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. ഒരു പിച്ചെന്ന് പറയുമ്പം ഒരു ടേൺ ആണ്, ഒരു റൗണ്ട്. അതിൽ ഏകദേശം 10 ബേസ് പേഴ്സ് ഉണ്ടായിരിക്കും എന്നാണ് പറയണത്. അപ്പം ഒരു പിച്ചിനകത്ത് 10 ബേസ് പേഴ്സ് ഉണ്ടായിരിക്കും. ഇവരെല്ലാം ഈക്വൽ ഡിസ്റ്റൻസിലിട്ടാൽ ഈ 3.4 നാനോമീറ്ററിനെ 10 ഡിവൈഡ് ചെയ്യണം അല്ലേ. അങ്ങനെ ആകുമ്പോൾ 0.34 നാനോമീറ്റർ കിട്ടും. അതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പേഴ്സ്. മനസ്സിലായി കാണുമല്ലോ, ക്ലിയർ. അടുത്തതാണ് RNA. RNA എന്ന് പറയുമ്പോഴത്തേക്ക് RNA ഒരു ജനറ്റിക് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചില ഓർഗാനിസത്തിൽ ലോവർ ആയിട്ടുള്ള ഒരാളാണ് മെയിനായിട്ട് കാണുന്നത്. അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. റൈബോസൈംസ് എന്നാണ് പറയുന്നത് കേട്ടോ. RNA പൊതുവെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മോളിക്യൂളാണ്. ഒരു ജനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ ആ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സംഭവം നല്ല ആ ഒരു ഇപ്പോൾ എക്സാമ്പിൾ DNA അല്ലെങ്കിൽ RNA അവർ സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒരു ജനറ്റിക് മെറ്റീരിയൽ സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അയാൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. മ്യൂട്ടേഷൻ കോസ് ചെയ്യാന്ന് വെച്ചാൽ എവല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളായിരിക്കണം. അതുപോലെ ആ ആൾ മെൻഡേലിയൻ ക്യാരക്ടറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ദി ഫോം ഓഫ് എ മെൻഡേലിയൻ ക്യാരക്ടർ. അതുപോലെ അയാൾ സ്റ്റേബിൾ ആയിരിക്കണം, കെമിക്കലി സ്ട്രക്ചറലി ഇനോട്ട് ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു കോമ്പൗണ്ട് സ്റ്റേബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു റെപ്ലിക്കേറ്റ്, ഇറ്റ് പ്രൊവൈഡ് മ്യൂട്ടേഷൻ, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ദി ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടർ, ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഒരു ജനറ്റിക് മെറ്റീരിയൽ സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട പോയിൻറ്റ്സ്. അപ്പോൾ അടുത്ത് നമ്മൾ ഏറ്റവും അവസാനം പഠിക്കുന്നത് പാക്കേജിങ് ഓഫ് DNA ഹെലിക്സ്. DNA എങ്ങനെയാണ് പാക്കേജ് ചെയ്തിരിക്കുന്നത്, DNA-യുടെ പാക്കിംഗ് ആണ് പഠിക്കുന്നത്. യൂക്കാരിയോട്ടിൽ എങ്ങനെയാണ് DNA പാക്ക് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. അപ്പം നമുക്ക് ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത് ഒരു പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബേസിക് പ്രോട്ടീൻസ് ആണ്. അതിന് പറയുന്ന പേര് ഹിസ്റ്റോൺസ് എന്നാണ്. ഹിസ്റ്റോൺസ് എന്ന് പറയുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നതിന് കാരണം ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള അമിനോ ആസിഡ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടിട്ടാണ്. പോസിറ്റീവായിട്ടുള്ള ലൈസിൻ, ആർജിനിൻ തുടങ്ങിയ പോസിറ്റീവ് അമിനോ ആസിഡ്സ് അതിലുണ്ടായിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇയാൾ പോസിറ്റീവാണെന്ന്. ഹിസ്റ്റോൺസ്.
അപ്പം ഒന്നാമത്തെ പോയിന്റ് വായിച്ച് ഇതിൻ്റെ സ്റ്റെപ്പാണ് ശരിക്കും പറയുന്നത്. ദെയർ ഇസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ബേസിക് പ്രോട്ടീൻസ് കോൾഡ് ഹിസ്റ്റോൺസ് റിച്ച് ഇൻ ലൈസിൻ ആൻഡ് അർജിനിൻ. പോസിറ്റീവ് അമിനോ ആസിഡ്സ് ആണ് അവർ. അങ്ങനെ ഹിസ്റ്റോൺസ് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു 8 മോളിക്കുലായിട്ടുള്ള സ്ട്രക്ചറായിട്ട് മാറുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഹിസ്റ്റോൺസ് ആർ ഓർഗനൈസ്ഡ് ടു ഫോം ഹിസ്റ്റോൺ ഒക്ടാമർ. അതൊരു 8 മോളിക്യൂളാണ്. ഒക്ട എന്ന് വെച്ചാൽ 8 എന്നല്ലേ? യെസ്. അപ്പോൾ ഒക്ടാമർ. അപ്പോൾ ഹിസ്റ്റോൺ ഒക്ടാമർ റെഡി ആയിട്ടുണ്ട്. അയാൾ പോസിറ്റീവ് ചാർജാണ്. നമ്മുടെ DNA സ്ട്രാൻഡ് നെഗറ്റീവ് ചാർജാണ് കേട്ടോ. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA ഈസ് റാപ്പിഡ് അറൗണ്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ടു ഫോം സ്ട്രക്ചർ കാൾഡ് ന്യൂക്ലിയോസം. അതായത് എന്താ, നെഗറ്റീവ് ചാർജുള്ള DNA ഈ ഹിസ്റ്റോൺ ഒക്ടാമറുമായിട്ട് പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ ഒക്ടാമറുമായിട്ട് റാപ്പ് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ടുണ്ടാകുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഒരു ന്യൂക്ലിയോസോമിനകത്ത് ഏകദേശം 200 ബേസ് പെയേഴ്സ് ആണ് അതിൻ്റെ ഒരു സൈസ് വരുന്നത്, ലെങ്ത് വരുന്നത്. ഓക്കെ. ഇനി ഈ ന്യൂക്ലിയോസോംസ് എന്ന് പറയുന്നത് ക്രോമാറ്റിൻ്റെ ഒരു പാർട്ടാണ്. ഒരു ക്രോമാറ്റിനകത്ത് കുറേ ന്യൂക്ലിയോസോംസ് കാണും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ട്രോ മൈക്രോസ്കോപ്പിക് വ്യൂ കൂടി പറയുന്നുണ്ട്. ദി ന്യൂക്ലിയോസോം ഇൻ ക്രോമാറ്റിൻ ആർ സീൻ ആസ് ബീഡ്സ് ഓൺ സ്ട്രിങ്. മാലയിലെ മുത്തുമണികൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കൂട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയോസോംസ് ഇൻ ക്രോമാറ്റിനകത്തെ ന്യൂക്ലിയോസോംസ്. അതിൻ്റെ പടമൊക്കെ ടെക്സ്റ്റിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുണ്ട്, പോയി നോക്കുക. ഓക്കെ. ഇനി ക്രോമാറ്റിൻ എന്ന് പറയുന്ന ആളിലാണ്, ക്രോമാറ്റിനകത്താണ് ന്യൂക്ലിയോസോം ഇരിക്കുന്നത്. ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താ, നെഗറ്റീവ് ചാർജ്ഡ് DNA പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമറുമായിട്ട് റൗണ്ട് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറാണ് ന്യൂക്ലിയോസോം. ക്ലിയർ. ഇനി നമുക്ക് അപ്പോൾ ക്രോമാറ്റിൻ പറഞ്ഞു. ക്രോമാറ്റിൻ 2 ടൈപ്പ് ഉണ്ട്. ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ലൂസ്ലി പാക്ഡ് ആയിട്ടുള്ള ക്രോമാറ്റിനാണ്. രണ്ടാമത്തത് ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള ക്രോമാറ്റിനാണ്. അവർ ഹെറ്ററോ ക്രോമാറ്റിൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. നമുക്കിനി അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ശരിയെന്നാൽ ഓക്കെ, ടാറ്റ, ഗുഡ് നൈറ്റ്.